ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു സ്ട്രാറ്റജിക്കയുടെ ഒരു ടോപ്പിക്കാണ്. നമുക്ക് എക്സാംസിന് റെയിൽവേക്കും അതുപോലെ SSC എക്സാമിനൊക്കെ ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക്ക ടോപ്പിക്കാണ് നമ്മുടെ ഇന്ത്യൻ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫോക്ക് പെയിൻറ്റിങ്സും അതുപോലത്തെ കുറച്ച് പ്രധാനപ്പെട്ട പെയിൻറ്റിങ്സുകളും നമുക്ക് സ്ഥിരമായി എന്താണ് ചിലർക്കൊക്കെ 1, 2, 3 ഷിഫ്റ്റുകളിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ വളരെ കുറച്ച് ഫോക്ക് പെയിൻറ്റിങ്സേ ഉള്ളൂ. അത് കൃത്യമായി പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഏതൊക്കെയാണ് ആ ഫോക്ക് പെയിൻറ്റിങ്സും അത് ഏതൊക്കെ സ്റ്റേറ്റിലാണ്, അതാണ് നമുക്ക് ചോദ്യം പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും കേട്ടോ. ഈ പറയുന്ന ഫോക്ക് പെയിൻറ്റിങ് ഏത് സ്റ്റേറ്റിൽ ചെയ്യുന്ന ഫോക്ക് പെയിൻറ്റിംഗ് ആണ്, അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പെയിൻറ്റിങ്സ് എന്ന് നോക്കിയാലോ. വളരെ കുറച്ചേ ഉള്ളൂ, കൃത്യമായി പഠിച്ചു വെച്ചാൽ ലക്കുണ്ട ഈ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കിയാലോ. യെസ്, ഫസ്റ്റ് പെയിൻറ്റ് കലംകാരി പെയിൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് കലംകാരി എന്ന് പറയുന്നത്. കലംകാരി നമ്മുടെ എവിടെയാണ് നോക്കടാ, സ്റ്റേറ്റ് എവിടെയാ? ആന്ധ്രാപ്രദേശാണ്. നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പെയിൻറ്റിംഗ് ആണ് കലംകാരി. അത് ഈ ഇടയ്ക്കൊരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ആന്ധ്രാപ്രദേശിലെ ഏത് സിറ്റിയിലാണ് ഇത് ചെയ്യുന്നത്? ഇത് ആന്ധ്രയിലെ മസൂളിപ്പട്ടണം. അത് ഈ ഇടയ്ക്ക് ഒരു GD എക്സാമിന് ചോദിച്ചിട്ടുണ്ടോ? GD എക്സാമിന് ചോദിച്ചതായിരുന്നു. ആന്ധ്രയിൽ എവിടെയാണ് ഇത് ചെയ്യുന്നത്? ആന്ധ്രയിൽ എവിടെയാ? ആന്ധ്രയിലെ മസൂളിപ്പട്ടണം എന്ന് പറയുന്ന നഗരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ കലംകാരി ഡ്രസ്സിങ്ങിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. കലംകാരി ഡ്രസ് മെറ്റീരിയലൊക്കെ ചെയ്യാറുണ്ട്. സോ അത് എവിടെയാണ് ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലെ ഏത് സിറ്റി? മസൂളിപ്പട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അതുപോലെ ഈ കലംകാരി ഓർത്തപ്പോഴാണ് ഡ്രസ് മെറ്റീരിയൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ ചിക്കൻകാരി. നമ്മുടെ ചിക്കൻകാരി മെറ്റീരിയൽ അല്ലേ? ചിക്കൻകാരി എവിടെയാണ് ചെയ്യുന്നത്? ചിക്കൻകാരി എവിടെയാണ് ചെയ്യുന്നത്? ചിക്കൻകാരി നമ്മുടെ എവിടെയാണ്? നമ്മുടെ ലക്നൗ, ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റലായ ലക്നൗവിൽ ചെയ്യുന്ന ഒരു വർക്ക് മെറ്റീരിയൽ, ഒരു എംബ്രോയ്ഡറി വർക്ക്സ് മെറ്റീരിയലാണ് ഏത്? ചിക്കൻകാരി എന്ന് പറയും. ചിക്കൻകാരി എവിടെയാണ് ചിക്കൻകാരി ചെയ്യുന്നത്? ലക്നൗ പ്രൊഡക്റ്റാണ്, ലക്നൗവിൽ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ കലംകാരി ആണെങ്കിലോ മസൂളിപ്പട്ടണം എവിടെയാ? ആന്ധ്രാപ്രദേശ്. നമ്മുടെ ഈ ചിക്കൻകാരി നമ്മുടെ ഈ സ്ത്രീകളൊക്കെ അല്ലേ, പെൺകുട്ടികളിടുന്ന കുർത്തി മെറ്റീരിയലൊക്കെ ചെയ്യുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക്സ് ആണ്. സോ അതും ഒരുപാട് വട്ടം പഴയ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചിക്കൻകാരി എവിടെയാണ്? ലക്നൗ. എവിടെയാണ്? ലക്നൗവിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത പെയിൻറ്റിങ് നോക്കാം. അടുത്ത ഏതാണ്? കലംകാരിക്ക് ശേഷം അടുത്തത് വാർലി. ഏതാണ്? വാർലി പെയിൻറ്റിങ്. വാർലി എന്ന് പറയുന്നത് നമ്മുടെ മഹാരാഷ്ട്രയിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പെയിൻ്റാണ്. ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാർലി പെയിൻറ്റിങ് എവിടത്തെ ഫോക്ക് പെയിൻറ്റിങ് ആണ്? എവിടത്തെയാ? മഹാരാഷ്ട്രയിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്ക് പെയിൻറ്റിംഗ് ആണ് ഏത്? വാർലി എന്ന് പറയുന്നത് കേട്ടോ. വാർലി എവിടെയാണ്? മഹാരാഷ്ട്ര. ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് വാർലി ഏത് സ്റ്റേറ്റിലാണ്. വാർലി എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് വാർലി പെയിൻറ്റിങ്. സോ നമ്മുടെ രണ്ടാമത്തെ പെയിൻറ്റിങ്, ആദ്യത്തെ കലംകാരി ആന്ധ്ര, രണ്ടാമത്തത് വാർലി എവിടെയാ? മഹാരാഷ്ട്ര. കൃത്യമായി പഠിച്ചു വെച്ചോ, കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ് മഹാരാഷ്ട്ര. അടുത്ത് മൂന്നാമത്തെ പെയിൻറ്റ് മധുബാനി. ഏതാണ്? മധുബാനി പെയിൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെയിൻ്റ് ആണ് മധുബാനി. ഏത് സ്റ്റേറ്റ് നോക്കടാ? മധുബാനി വരുന്നത് എവിടെയാണ്? ബീഹാറിലാണ് അല്ലേ? എവിടെയാണ്? ബീഹാർ. നമ്മുടെ ബീഹാറിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പെയിൻ്റ് ആണ് ഇത്, ഈ മധുബാനി. അതും ബീഹാറിലെ മിഥില റീജിയൻ. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും കേട്ടോ. ചിലപ്പോൾ ബീഹാറിന് പേര് ഇങ്ങനെ ചോദിക്കും. മിഥില റീജിയനിലൊക്കെ ചെയ്യുന്ന ഫോക്ക് പെയിൻറ്റിങ് ഏതാണ് കേട്ടോ? മിഥില റീജിയൻ. ഈ മിഥില എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഹാർ നേപ്പാൾ റീജിയൻ കൂടിയാണ്. ബീഹാർ നേപ്പാൾ. അപ്പം അങ്ങനെയും ചോദിക്കും. ബീഹാർ നേപ്പാൾ റീജിയനിലുള്ള ഫോക്ക് പെയിൻറ്റിങ് ഏതാണ്? മധുബാനി. ഏതാണ്? മധുബാനി കേട്ടോ. മധുബാനി പെയിൻറ്റിങ് എവിടെയാണ്? ബീഹാർ നേപ്പാൾ. അവിടെ തന്നെ ഏത് റീജിയൻ? അവിടുത്തെ മിഥില റീജിയനിലുള്ള ഒരു പ്രധാനപ്പെട്ട ഫോക്ക് പെയിൻറ്റിംഗ് ആണ് ഏത്? നമ്മുടെ മധുബാനി പെയിൻറ്റിങ്. സോ മൂന്നാമത്തെ പെയിൻറ്റിങ് മധുബാനി അല്ലെ? എവിടെയാ? ബീഹാർ. ദെൻ നാലാമത്തെ പെയിൻറ്റിലോട്ട് പോവാം. നാലാമത്തെ പെയിൻറ്റിങ് പദചിത്ര.
ഏത് പെയിൻറ്റിംഗ് ആണ്? പദചിത്ര പെയിൻറ്റിങ് കേട്ടോ. പദചിത്ര പെയിൻറ്റിങ്. പദചിത്രം നമ്മുടെ ഒഡീഷയിലാണ് വരുന്നത്. എവിടെയാണ്? ഒഡീഷ. നമ്മുടെ ഒഡീഷ റീജിയനിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്ക് പെയിൻറ്റിംഗ് ആണ് ഇത്, ഈ പദചിത്ര എന്ന് പറയുന്നത് കേട്ടോ. പദചിത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ഇത്. പദചിത്ര ഏത് റീജിയനാണ്? അത് നമ്മുടെ ഒഡീഷയിലാണ്. ഒഡീഷയിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട. സോ നമ്മുടെ നാലാമത്തെ പെയിൻറ്റിംഗ് ആണ് ഇത് പദചിത്ര. ഏ സ്റ്റേറ്റ്? ഒഡീഷ. ഏതാണ്? ഒഡീഷ. ദെൻ അഞ്ചാമത്തെ പെയിൻറ്റിലോട്ട് പോവാം. കാളിഘട്ട്. അഞ്ചാമത്തെ പെയിൻറ്റിംഗ് ഏതാടാ? കാളിഘട്ട്. കാളിഘട്ട് നമ്മുടെ വെസ്റ്റ് ബംഗാൾ, അല്ലെങ്കിൽ നമ്മുടെ കാളി ദേവിയെ ഒരുപാട് വർഷിപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണല്ലേ ദുർഗാദേവി, കാളി ദേവിയൊക്കെ എവിടെയാ? വെസ്റ്റ് ബംഗാൾ. സോ ആ വെസ്റ്റ് ബംഗാളിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പെയിൻറ്റിങ്സ് ആണ് കാളിഘട്ട്. കാളിഘട്ട് എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. അഞ്ചാമത്തെ പെയിൻറ്റിങ് കാളിഘട്ട് എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. ദെൻ ആറാമത്തെ പെയിൻറ്റ്, സിക്സ്ത് പെയിൻറ്റ് നമ്മുടെ പാട്ട് പെയിൻറ്റിങ്. പാട്ട് പെയിൻറ്റിങ് എവിടെ നോക്കടാ? പാട്ട് പെയിൻറ്റിങ് രാജസ്ഥാൻ. എവിടെയാണ്? രാജസ്ഥാനിലാണ് എന്ത് വരുന്നത്? പാട്ട് പെയിൻറ്റിങ്. സോ സിക്സ്ത് ആറാമത്തെ പെയിൻറ്റ് പാട്ട് പെയിൻറ്റിങ് എവിടെയാണ്? രാജസ്ഥാൻ. രാജസ്ഥാനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്ക് പെയിൻറ്റിംഗ് ആണ് ഇത് പാട്ട് പെയിൻറ്റിങ്. സോ ആറാമത്തത് പാട്ട്. ദെൻ ഏഴാമത്തതാണ് പിച്ച് വൈ. ഏതാണ്? പിച്ച് വൈ പെയിൻറ്റിങ്. ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പെയിൻറ്റിംഗ് ആണ് പിച്ച് വൈ. ഇതും രാജസ്ഥാനിലാണ്. അപ്പോൾ രാജസ്ഥാനിൽ ഇപ്പോൾ രണ്ട് പെയിൻറ്റിങ് നമ്മൾ പഠിച്ചു അല്ലേ? പാട്ട് പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ പിച്ച് വൈ പെയിൻറ്റിങ്ങും. രണ്ടും എവിടെയാ? രാജസ്ഥാൻ. രാജസ്ഥാനിലുള്ള രണ്ട് ഫോക്ക് പെയിൻറ്റിങ്സ് ആണ് ഇത്രയും. സോ നമ്മളിപ്പോൾ ഇവിടെ ഒരു 7 ഫോക്ക് പെയിൻറ്റിങ് പഠിച്ചു അല്ലേ? 7 ഫോക്ക് പെയിൻറ്റിങ് ഏതൊക്കെയാ? കലംകാരി എവിടെയാ? ആന്ധ്രാപ്രദേശ്, മസൂളിപ്പട്ടണം. അതിൻ്റെ കൂടെ ചിക്കൻകാരി എവിടെയാ? ലക്നൗ. അതുപോലെ വാർലി പെയിൻറ്റിങ് എവിടെയാ? വാർലി, മഹാരാഷ്ട്ര. വാർലി എവിടെയാടാ? മഹാരാഷ്ട്ര. ദെൻ മധുബാനി എവിടെയാ? മധുബാനി ബീഹാറിലാണ്. ആര് പറഞ്ഞത്? മധുബാനി. ബീഹാർ, നേപ്പാൾ. അത് ഒഡീഷയിൽ ആരാ? പദചിത്ര എവിടെയാ? ഒഡീഷ. ദെൻ അഞ്ചാമത്തത് കാളിഘട്ട്. എവിടെയാ കാളിഘട്ട്? വെസ്റ്റ് ബംഗാളിലാണ് കാളിഘട്ട്. ദെൻ ആറാമത്തെ പാട്ട് പെയിൻറ്റിങ്. പാടും പിച്ച് വൈയും എവിടെയാണ്? പാടും പിച്ച് വൈയും നമ്മുടെ രാജസ്ഥാനിലെ ഫോക്ക് പെയിൻറ്റിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ 7 ഫോക്ക് പെയിൻറ്റിങ് നമ്മൾ പഠിച്ചു. എട്ടാമത്തെയാണ് തങ്ക പെയിൻറ്റിങ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പെയിൻറ്റിങ് ആണ്. ഇത് CGL ചോദിച്ചു. 2023 CGL ചോദ്യമായിരുന്നു. തങ്ക പെയിൻറ്റിങ് ഏത് മതമായി ബന്ധപ്പെട്ടതാണ്? ഇത് ടിബറ്റൻ ബുദ്ധിസ്റ്റുകൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പെയിൻറ്റിങ്. അപ്പോൾ നമുക്ക് കാണാം, ഈ ഫിഗർ നമുക്ക് ബുദ്ധനെ കാണാൻ പറ്റുമല്ലേ? സോ ഇതാണ് തങ്ക പെയിൻറ്റിങ് എന്ന് പറയുന്നത് കേട്ടോ. തങ്ക പെയിൻറ്റിങ് ഏത് മതക്കാരാണ്? ബുദ്ധിസ്റ്റുകൾ, ടിബറ്റൻ ബുദ്ധിസ്റ്റുകൾ എന്താണ് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പെയിൻറ്റിംഗ് ആണ് ഇത് തങ്ക പെയിൻറ്റിംഗ് എന്ന് പറയും കേട്ടോ. അതായത് ചോദ്യം, തങ്ക പെയിൻറ്റിംഗ് ഏത് മതക്കാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പെയിൻറ്റിങ്സ് ആണ്? ആരുമായി ബന്ധപ്പെട്ട്? ബുദ്ധിസമായി ബന്ധപ്പെട്ട് പറഞ്ഞ പെയിൻറ്റിംഗ് ആണ് തങ്ക പെയിൻറ്റിംഗ്. സോ എട്ടാമത്തെ പെയിൻറ്റിംഗ് തങ്ക. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ട 8 പെയിൻറ്റുകൾ ഇത് നമ്മുടെ ഫോക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായി വന്ന പെയിൻറ്റിങ്സുകളാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രധാനപ്പെട്ട മോഡേൺ ഇന്ത്യയിൽ ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പെയിൻറ്റിങ്സുകളും അത് ആര് വരച്ചെന്ന് നമുക്ക് നോക്കാം. സോ ഇതും ഇടയ്ക്കൊക്കെ ചിലപ്പോൾ സ്റ്റാറ്റിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പെയിൻറ്റിങ്സ് കൂടെ പറഞ്ഞുതരാം. മോഡേൺ പെയിൻറ്റിങ്സിൽ ഒന്നാണ് അന്നപൂർണ പെയിൻറ്റിങ്. നമ്മൾ ഈ കാണുന്നതാണ് അന്നപൂർണ പെയിൻറ്റിങ്. ഇന്ത്യയിലെ തന്നെ ദ മോസ്റ്റ് ഫേമസ് ഉള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ഈ അന്നപൂർണ പെയിൻറ്റിങ്. ഈ പെയിൻറ്റിങ് വരച്ചത് ആരാ? നമ്മുടെ നന്ദലാൽ ബോസ് ആണ്. ആരാണ്? നന്ദലാൽ ബോസിൻ്റെ എന്താണ് ഏത് പെയിൻറ്റിങ്? അന്നപൂർണ പെയിൻറ്റിങ്. ചോദിക്കും, അന്നപൂർണ പെയിൻറ്റിങ്ങിൻ്റെ ആരാണ് അതിൻ്റെ പെയിൻറ്റർ? ആരാണ്? നന്ദലാൽ ബോസിൻ്റെ അന്നപൂർണ. അടുത്ത രണ്ടാമത്തെ പെയിൻറ്റിങ് നമ്മുടെ ഭാരത് മാത. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പെയിൻറ്റിംഗ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. ഈ കാണുന്ന ഭാരത് മാതയുടെ പെയിൻറ്റിങ് വരച്ചത് ആരാണ്? അഭിനേന്ദ്രനാഥ് ടാഗോർ ആണ്. ആരാണ്? അഭിനേന്ദ്രനാഥ് ടാഗോർ ആണ് ഭാരത് മാതയുടെ പെയിൻറ്റിങ് എന്ത് ചെയ്ത് വരച്ചത് കേട്ടോ. ഭാരത് മാത കേട്ടോ. ഫസ്റ്റ് നമ്മൾ കണ്ടത് അന്നപൂർണ ആരാ? നന്ദലാൽ ബോസിൻ്റെ അന്നപൂർണയും അഭിനേന്ദ്രനാഥ് ടാഗോറിൻ്റെ ഭാരത് മാത എന്ന പെയിൻറ്റിങ്. അതുപോലെ മൂന്നാമത്തെ പെയിൻറ്റിങ് നോക്കണം, നമ്മുടെ ശകുന്തള.
ഇത് നമുക്കറിയാം, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് നമ്മുടെ രാജാ രവിവർമ്മയുടെ രാജാ രവിവർമ്മയുടെ ശകുന്തള അല്ലെ, ശകുന്തള എന്ന പെയിൻറ്റിങ് അല്ലെ, ആരുടെയാ? രാജാ രവിവർമ്മയുടെ ശകുന്തള അല്ലെ. സോ ദെൻ നാലാമത്തെ പേരിലോട്ട് പോവാം. മദർ ഇന്ത്യ, വളരെ പ്രധാനപ്പെട്ട ഒരു പെയിൻറ്റിംഗ് ആണ് മദർ ഇന്ത്യ. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു NTPC എക്സാമിന് ചോദിച്ചൊരു പെയിൻറ്റിംഗ് കൂടിയാണ്. മദർ ഇന്ത്യ ആരുടെ പെയിൻറ്റിംഗ് ആണ്? ആരുടെയാണ്? അമൃത ഷേർ ഗിൽ കേട്ടാ. NTPCക്ക് ചോദിച്ച ചോദ്യം കേട്ടോ, NTPC എക്സാമിന് ലാസ്റ്റ് 2018 ചോദിച്ച ചോദ്യമായിരുന്നു. മദർ ഇന്ത്യ എന്ന പെയിൻറ്റിങ് ആരുടെ പെയിൻറ്റിംഗ് ആണ്? ആരുടെ? അമൃത ഷേർ ഗിൽ. അമൃത ഷേർ ഗില്ലിൻ്റെ ഏത് പെയിൻറ്റിങ്? മദർ ഇന്ത്യ എന്ന് പറയുന്ന പെയിൻറ്റിങ്. മദർ ഇന്ത്യ ആരാണ്? അമൃത ഷേർ ഗില്ലിൻ്റെ പെയിൻറ്റിങ്. ദെൻ അടുത്തത് 5 ഹോഴ്സസ്, നമ്മുടെ 5ാമത്തെ പെയിൻറ്റിങ് അല്ലേ. 5ാമത്തെ പെയിൻറ്റിങ് 5 ഹോഴ്സസ്, 5 കുതിരകൾ. ആരുടെ പെയിൻറ്റിങ് ആണ് 5 കുതിരകൾ എന്ന് പറയുന്നത്? ആരുടെയാടാ? MF ഹുസൈൻ. നമ്മുടെ MF ഹുസൈൻ്റെ ഒരു പെയിൻറ്റിങ്സ് ആണ് ഇത് കേട്ടോ. MF ഹുസൈൻ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെയിൻറ്ററാണ് ആര്? MF ഹുസൈൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹം വരച്ച ഒരു പെയിൻറ്റിംഗ് ആണ് 5 ഹോഴ്സസ് എന്ന് പറയുന്നത്. ഇതും ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു CHL എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത്? 5 ഹോഴ്സസ് എന്ന് പറയുന്ന ആരുടെ പെയിൻറ്റിങ്സ് ആണ്? MF ഹുസൈൻ്റെ പ്രധാനപ്പെട്ട ഒരു പെയിൻറ്റിംഗ് ആണ് ഇത് 5 ഹോഴ്സസ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഒരു മോഡേൺ ഇന്ത്യയിലെ ഒരു 5 പെയിൻറ്റിംഗ് അല്ലേ. അന്നപൂർണ, ആരുടെ അന്നപൂർണ? നന്ദലാൽ ബോസിൻ്റെ അന്നപൂർണ, അഭിനേന്ദ്രനാഥ് ടാഗോറിൻ്റെ ഭാരത് മാത, രാജാ രവിവർമ്മയുടെ ശകുന്തള, അതുപോലെ അമൃത ഷേർ ഗില്ലിൻ്റെ മദർ ഇന്ത്യ എന്ന് പറയുന്ന പെയിൻറ്റിംഗ്. ഇതാണ് മദർ ഇന്ത്യ. ആരാ മദർ ഇന്ത്യ വരച്ചത്? അമൃത ഷേർ ഗിൽ. അതുപോലെ MF ഹുസൈൻ്റെ 5 കുതിരകൾ, 5 ഹോഴ്സസ്. ഓക്കെ. സോ ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ഞാൻ ചോദിച്ചിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്. ഇനിയും നമുക്കൊരു ഒരുപാട് ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയ പെയിൻറ്റിങ്സുകളുണ്ട്. ഇതിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള 5 മോഡേൺ പെയിൻറ്റിങ്സുകളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെയാണ് ഫോക്ക് പെയിൻറ്റിങ്സ്. ഫോക്ക് പെയിൻറ്റിങ്സ് എല്ലാം PYQ ആണ്. സോ ഫോക്ക് പെയിൻറ്റിങ്സ് കൃത്യമായി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഈ കലംകാരി, വാർലി, മധുബാനി, പദചിത്ര, കാളിഗഡ്, പാട്ട് പെയിൻറ്റിങ്, പിച്ച് വൈ കേട്ടോ. കറക്റ്റ് ഏത് സ്റ്റേറ്റിൽ നിന്ന് കൃത്യമായി പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പം ഞാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന NTPCയും റെയിൽവേ എക്സാമും അതുപോലെ SSC, CHL, CGL പോലുള്ള എക്സാമിന് വേണ്ടി വേണ്ടിയുള്ള ചെറിയ ഇതുപോലുള്ള നമുക്ക് സ്ട്രാറ്റജിക്ക് ടോപ്പിക്കുകൾ ഞാൻ എടുക്കുന്നതാണ്. ഇതുപോലുള്ള ടോപ്പിക്സുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും എത്തുന്നതാണ്. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.